നമസ്കാരം. നമ്മൾ LDCയുടെ റിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഇത് മൂന്നുമല്ലേ നമ്മുടെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഇത് മൂന്നുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാ? സിന്ധു നദിയാണ്. ഓപ്ഷൻ സി, സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ചലം നദി ചിനാബ് നദിയുമായിട്ട് കൂടിച്ചേരുന്ന പ്രദേശം ഏതാണ്? ചലം നദി ചിനാബ് നദിയുമായിട്ട് കൂടിച്ചേരുന്ന പ്രദേശം ഏതാണ്? ഏതാ? ട്രിമ്മു ആണ് കേട്ടോ. ചലം നദി ചിനാബ് നദിയുമായിട്ട് കൂടിച്ചേരുന്ന പ്രദേശമാണ് ഇത് ട്രിമ്മു എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? ഹിമാലയത്തിലെ ബാരാലാച്ചിലയാണ് കേട്ടോ. ഹിമാലയത്തിലെ ബാരാലാച്ചില എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. 4, ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ചന്ദ്രയും ബാഗയുമാണ്. ഓപ്ഷൻ സി, ചന്ദ്രയും ബാഗയുമാണ് ചിനാബ് നദിയുടെ പ്രധാന പോഷക നദികളായിട്ട് കാണുന്നത്. 5, ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാ? ചിനാബിലാണല്ലോ. ഓപ്ഷൻ ഡി, ചിനാബ് നദിയിലാണ് ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 6, ചലം നദീതീരത്ത് നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രസിദ്ധമായ യുദ്ധം ഏതാണ്? ചലം നദിയുടെ തീരത്ത് നടന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രസിദ്ധമായ യുദ്ധം ഏതാ? ഹെഡാസ്പസ് ആണല്ലോ. ഓപ്ഷൻ സി, ഹെഡാസ്പസ് യുദ്ധമാണ് ചലം നദിയുടെ തീരത്ത് നടന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രസിദ്ധമായ യുദ്ധമാണ് ഏത്? ഹെഡാസ്പസ് യുദ്ധം. ഇനി 7, ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത് നദിയിലാ? ചലം നദിയിലാണ്. ഓപ്ഷൻ ഡി, ചലം നദിയിലാണ് ഏത്? ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 8, ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏതാ? ലാഹോറിലെ നദി രവി നദിയാണ്. ഓപ്ഷൻ സി, രവി നദിയാണ് ലാഹോറിലെ നദി, അല്ലെങ്കിൽ ലാഹോറിന്റെ നദി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? രവി നദിയാണ്. 9, ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? റോഹ്താങ് ചുരത്തിലാണ്. ഓപ്ഷൻ ബി, റോഹ്താങ് ചുരത്തിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാ? റോഹ്താങ് ചുരമാണ്. ഇനി 10, രവി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ഏതാണ്? രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് ഏത്? ലാഹോർ. ഓപ്ഷൻ ഡി, ലാഹോർ. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് ഇത് ലാഹോർ. 11, കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി ഏതാണ്? ഏതാ? ചലം നദിയാണ്. ഓപ്ഷൻ സി, ചലം നദിയാണ് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. 12, ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? ഏതാ? പോങ് അണക്കെട്ടാണ്. ഓപ്ഷൻ സി, പോങ് അണക്കെട്ട്. പോങ് അണക്കെട്ട് എവിടെയാ? ബിയാസ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 13, സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? താഴ്ന്നിരിക്കുന്നതിൽ സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാ? രക്ഷസ്ഥൽ തടാകമാണ്. ഓപ്ഷൻ സി, രക്ഷസ്ഥൽ തടാകം. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാ? രക്ഷസ്ഥൽ തടാകം. 14, പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാ? ബിയാസ് ആണ്. ഓപ്ഷൻ എ, ബിയാസ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഏത്? ബിയാസ്. ഇനി 15ാമത്തെ ചോദ്യം, ബിയാസ് നദി സത്ലജുമായിട്ട് കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? സ്ഥലമാണ് വേണ്ടത്. ബിയാസ് നദി സത്ലജ് നദിയുമായിട്ട് കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാ? കപൂർത്തലയാണ് കേട്ടോ. കപൂർത്തല. ഓപ്ഷൻ ബി, കപൂർത്തല. ബിയാസ് നദി എവിടെ വെച്ചിട്ടാ സത്ലജുമായിട്ട് കൂടിച്ചേരുന്നത്? കപൂർത്തലയിൽ വെച്ചാണ്. 16, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്?
ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ നീളം കൂടിയ പോഷക നദി ഏതാണ്? ഏതാ? സത്ലജ് ആണ് കേട്ടോ, സത്ലജ്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ നമ്മൾ പറഞ്ഞു? ചെറുത് ബിയാസ എന്നാണ് പറഞ്ഞത്. ഏറ്റവും വലുത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സത്ലജുമാണ്. ഇനി സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണെന്ന് കണ്ടെത്താം. ഏതാ? ബക്രാനങ്കലാണ് കേട്ടോ, ബക്രാനങ്കൽ. സത്ലജ് നദിക്ക് കുറുകെയാണ് ഏത് നിർമ്മിച്ചത്? ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏതാ? സത്ലജ് നദിയിലാണ്. ഇനി 18ാമത്തെ ചോദ്യം, പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാ? സത്ലജ് ആണ്. ഓപ്ഷൻ ബി സത്ലജ്. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് ഇത്, സത്ലജ്. ഇനി 19, സത്ലജിന്റെ പതന സ്ഥാനം എവിടെയാണ്? സത്ലജിന്റെ പതന സ്ഥാനം എവിടെയാ? സത്ലജിന്റെ ചിനാബ് നദിയിലാണ്. ഓപ്ഷൻ സി ചിനാബ് നദിയിലാണ് ഏത് പതിക്കുന്നത്? സത്ലജ് നദി പതിക്കുന്നത്. ഇനി 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ വെച്ച് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി നമ്മൾ പറഞ്ഞായിരുന്നു, ഏതായിരുന്നു? സത്ലജ്. ഓപ്ഷൻ സി സത്ലജ് ആണ്. 21, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധുവുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? ഏതാ? മിത്താൻ കോട്ടാണ് കേട്ടോ, മിത്താൻ കോട്ട്. ഓപ്ഷൻ ഡി മിത്താൻ കോട്ട്. 22, സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം ഏതാണ്? സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം ഏതാ? കറാച്ചിയാണ് കേട്ടോ. പാകിസ്ഥാനിലെ കറാച്ചിയാണ് സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത്. 23, മെഗസ്തനീസിന്റെ ഇന്ത്യക്ക് ആ പേര് നൽകാൻ പ്രചോദനമായ നദി ഏതാണ്? മെഗസ്തനീസിന്റെ ഇന്ത്യക്ക് ആ പേര് നൽകാൻ വേണ്ടിയിട്ട് പ്രചോദനമായ നദിയാണ് ഏതാ നദി? ഇൻഡസ് ആണ്. ഓപ്ഷൻ സി ഇൻഡസ്. 24, ഗണ്ഡക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഗണ്ഡക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഇന്ത്യയും നേപ്പാളുമാണ്. ഓപ്ഷൻ സി ഇന്ത്യയും നേപ്പാളുമാണ് ഗണ്ഡക് റിവർ ബാരേജിൽ ഒപ്പുവെച്ചത്. ഇനി 25, പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാ? ബിയാസ് ആണ്. ഓപ്ഷൻ എ ബിയാസ്. 26, സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാ? അതും ബിയാസ് തന്നെയാണ്. ഓപ്ഷൻ സി ബിയാസ് തന്നെയാണ്. 27, ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാം ഏതാണ്? ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാം ഏതാ? ബഗ്ലിഹാർ ആണ് കേട്ടോ, ബഗ്ലിഹാർ അണക്കെട്ട്. അപ്പോൾ ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. 28, സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാ? ബിയാസ്. കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ട്, ബിയാസ് ആണ്. 29, സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി മാനസ സരോവർ തടാകത്തു നിന്നാണ് കേട്ടോ. ഓപ്ഷൻ എ മാനസ സരോവർ തടാകത്തു നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇനി 30, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്ര കിലോമീറ്റർ ആണ്? സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്ര കിലോമീറ്ററാ? 709 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി 709 കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം. ഇനി 31, മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഏതാ? സിന്ധു ആണ്. ഓപ്ഷൻ സി സിന്ധു നദീതീരത്താണ് ഏത്? മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. ഇനി 32, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്ക് ആണ്. ഓപ്ഷൻ ബി ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്, ലഡാക്ക്. 33, ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകിയിട്ട് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ടൊഴുകിയിട്ട് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്?
എവിടെ വെച്ചാൽ ചില്ലാറാണ്. ഓപ്ഷൻ എ ചില്ലാറ്. അപ്പോൾ പാകിസ്ഥാനിലേക്ക്, ജമ്മു കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സിന്ധു നദി കടക്കുന്ന സ്ഥലമാണ് ഇത് ചില്ലാറ്. 34 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? പഞ്ചാബ് അല്ലെ? ഓപ്ഷൻ എ പഞ്ചാബാണ്. 35 സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളത്? ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുമാണ്. ഓപ്ഷൻ ബി ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഈ 3 രാജ്യങ്ങളിലാണ് ഇത് സിന്ധു നദി ഒഴുകുന്നത്. 36 ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നദി ഏതാ? ഗിരികന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സിന്ധു നദിയാണ്. ഓപ്ഷൻ എ സിന്ധു നദി. 37 ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങൾ ഏതൊക്കെയാണ്? ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങൾ ഏതൊക്കെയാണ്? സിന്ധുവും രവിയുമാണ്. ഓപ്ഷൻ സി സിന്ധുവും രവിയും. 38 പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ്? പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ഏതാ? ടർബേല ഡാമാണ്. ഓപ്ഷൻ ഡി ടർബേല ഡാം. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ഇത് ടർബേല ഡാം. 39 ധോള സാദിയ പാലം എന്നറിയപ്പെടുന്ന പാലം ഏതാണ്? ധോള സാദിയ പാലം എന്നറിയപ്പെടുന്ന പാലം ഏതാ? ഭൂപൻ ഹസാരികയാണ്. ഓപ്ഷൻ സി ഭൂപൻ ഹസാരിക പാലം. ധോള സാദിയ എന്നറിയപ്പെടുന്ന പാലമാണ് ഇത് ഭൂപൻ ഹസാരിക പാലം. 40 കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാ? ബിയാസ് ആണ്. ഓപ്ഷൻ ബി ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് ബിയാസ്. 41 ചലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണം ഏതാണ്? ചലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണം ഏതാണ്? ശ്രീനഗർ ആണ്. ഓപ്ഷൻ എ ശ്രീനഗർ. ചലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു കാശ്മീരിലെ പ്രധാന പട്ടണമാണ് ഇത് ശ്രീനഗർ. 42 ചലം നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചലം നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? വെരിനാഗ് ഗ്ലേസിയർ ആണ്. ഓപ്ഷൻ ഡി വെരിനാഗ് ഗ്ലേസിയർ. 43ാമത്തെ ചോദ്യം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏതാണ്? ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏതാ? കൊൽക്കത്തയാണ് അല്ലെ? പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയാണ് ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം. 44 ഗംഗാ നദിയുടെ പ്രധാന കൈവഴി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഗംഗാ നദിയുടെ പ്രധാന കൈവഴി ഏതാന്ന് കണ്ടെത്താം. ഹുഗ്ലിയാണ്. ഓപ്ഷൻ സി ഹുഗ്ലിയാണ്. 45ാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയുടെ പോഷക നദി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയുടെ പോഷക നദി സോൺ നദിയാണ്. ഓപ്ഷൻ ബി സോൺ നദി. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയുടെ പോഷക നദിയാണ് സോൺ നദി. 46 ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റ ഏതാണ്? ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റയാണ്. ഓപ്ഷൻ ഡി സുന്ദർബൻ ഡെൽറ്റ. ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ രൂപഫലമായിട്ട് രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. 47 NW1 നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദി ഏതാണ്? NW1 ജലപാത കടന്നു പോകുന്ന നദി ഏതാണ്? ഏതിലൂടെയാ? ഗംഗാ നദിയിലൂടെയാണ്. ഓപ്ഷൻ എ ഗംഗാ നദിയിലൂടെയാണ്. 48 ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും അതുപോലെ ശുചീകരണത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നമാമി ഗംഗയാണ്. ഓപ്ഷൻ സി നമാമി ഗംഗ. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും അതുപോലെ ശുചീകരണത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. 49ാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്?
ഏതാ? സുന്ദർബൻ ഡെൽറ്റയാണ്. ഓപ്ഷൻ എ സുന്ദർബൻ ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ഇത്, സുന്ദർബൻ ഡെൽറ്റ. 50 നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ആരാ? നരേന്ദ്രമോദിയാണ് കേട്ടോ, നരേന്ദ്രമോദി. ഓപ്ഷൻ ഡി നരേന്ദ്രമോദിയാണ് നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയത്. 51 ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ആരാ? രാജീവ് ഗാന്ധി. ഓപ്ഷൻ സി രാജീവ് ഗാന്ധി. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. 52 ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏത് വർഷം? 1986 ജനുവരി 14-നാണ്. 1986 ജനുവരി 14-നാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നത്. 53 ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ഇത് 3 ഓർത്ത് വെക്കുക. 54-ാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാണ്? ഏതാ? സോൺ നദിയാണ്. ഓപ്ഷൻ ബി സോൺ നദിയാണ്. 55 സോൺ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? സോൺ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാ? അമർകണ്ടക്കാണ്. ഓപ്ഷൻ എ അമർകണ്ടക്ക്. സോൺ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാ? അമർകണ്ടക്കാണ്. 56 ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? മഹാകാളി നദിയാണ്. ഓപ്ഷൻ ബി മഹാകാളി നദി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത്, മഹാകാളി നദി. 57 ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? ടീസ്റ്റയാണ്. ഓപ്ഷൻ എ ടീസ്റ്റ നദിയാണ്. 58 കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാ? ഇന്ത്യയും നേപ്പാളുമാണ്. ഓപ്ഷൻ ബി ഇന്ത്യ നേപ്പാൾ. കോസി റിവർ ബാരേജ് ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും. 59 മഹാകാളി നദീജല പദ്ധതി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മഹാകാളി നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും നേപ്പാളും തന്നെയാണ്. 60 സോൺ നദിയുടെ പ്രധാന പോഷക നദി ഏതാണ്? സോൺ നദിയുടെ പ്രധാന പോഷക നദി ഏതാ? റിഹാന്ത് ആണ്. ഓപ്ഷൻ സി റിഹാന്ത് ആണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് ഇത്, റിഹാന്ത്. 61 സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണം ഏതാണ്? സോൺ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണം ഏതാണ്? ഏത് പട്ടണ? പാടലിപുത്ര. അല്ലെ, ഇന്നത്തെ പാറ്റ്ന എന്നറിയപ്പെടുന്ന പാടലിപുത്രമാണ് സോൺ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. 62 ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? സോൺ നദിയിലാണ് കേട്ടോ. സോൺ നദിയിലാണ് ഇത് ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 63 ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം ഏതാണ്? ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാ? ഗംഗോത്രി ഹിമാനിയാണ്. ഓപ്ഷൻ ബി ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. 64 ഗംഗാ നദിയുടെ നീളം എത്രയാണ്? ഗംഗാ നദിയുടെ നീളം എത്രയാണ്? എത്രയാ ഗംഗാ നദിയുടെ നീളം? 25 25 25 ഗംഗാ നദിയുടെ നീളം. 65 ഗംഗാ നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? ഗംഗാ നദിയുടെ പതന സ്ഥാനം എവിടെയാ? ബംഗാൾ ഉൾക്കടലാണ്. ഓപ്ഷൻ ഡി ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദിയുടെ പതനം എവിടെയാ? ബംഗാൾ ഉൾക്കടല്. 66 പ്രധാന ഹിമാലയൻ നദികൾ. താഴെ തന്നിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓപ്ഷൻ ഡി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. 67-ാമത്തെ ചോദ്യം, ഹിമാലയത്തിന് മുകളിലായിട്ട് ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹിമാലയത്തിന് മുകളിലായിട്ട് ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
ഏത് പേരിലാണ്? ട്രാൻസ് ഹിമാലയൻ നദികളാണ് കേട്ടോ. ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയൻ നദികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 68 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാ? രാജേന്ദ്ര സിംഗ് ആണ് കേട്ടോ. രാജേന്ദ്ര സിംഗ് 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര്? രാജേന്ദ്ര സിംഗ്. 69 നൊബേൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാ? നൊബേൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാ? സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ആണ് കേട്ടോ. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്. 70ാമത്തെ ചോദ്യം, വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാ? രാജേന്ദ്ര സിംഗ് ആണ്. ഓപ്ഷൻ സി രാജേന്ദ്ര സിംഗ്. വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? രാജേന്ദ്ര സിംഗ്. 71 ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാ? ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് വർഷം? 2008 നവംബർ 4-നാണ് അല്ലേ? 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. 72 ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്ന ഗംഗാ നദിയുടെ പോഷക നദി ഏതാണ്? ഋഗ്വേദത്തിൽ കൗശിക എന്ന പേരിൽ അറിയപ്പെട്ട ഗംഗയുടെ പോഷക നദി ഏതാ? കോസിയാണ് കേട്ടോ. ഓപ്ഷൻ എ കോസിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കൗശിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. 73 ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണ്? ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എവിടെയാ? ഹരിദ്വാർ ആണ്. ഓപ്ഷൻ എ ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. 74 ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാ? രാംഗംഗയാണ് അല്ലേ? രാംഗംഗ. ഓപ്ഷൻ സി രാംഗംഗ. 75 ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അലഹബാദ് ആണ് കേട്ടോ. അലഹബാദ്. ഓപ്ഷൻ സി അലഹബാദ്. ഏതൊക്കെ നദികളുടെയാ ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്? ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമാണ് എന്തറിയപ്പെടുന്നത്? ത്രിവേണി സംഗമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എവിടെയാ ത്രിവേണി സംഗമം? അലഹബാദ് ആണെന്ന കാര്യം ഓർത്തു നോക്കുക. അലഹബാദ് എവിടെയാ? ഉത്തർപ്രദേശിലാണ് കേട്ടോ അലഹബാദ്. 77 ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാണ്? ഗംഗയും യമുനയും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാ? അലഹബാദ് ഉത്തർപ്രദേശ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാ? അലഹബാദ് ഉത്തർപ്രദേശ്. ഇനി ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതിലാ? ഉത്തർപ്രദേശിലാണ്. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശിലാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത്? ഉത്തർപ്രദേശ്. 79 ഭഗീരഥി അളകനന്ദയുമായിട്ട് ചേരുന്ന സ്ഥലം ഏതാണ്? ഭഗീരഥി അളകനന്ദയുമായിട്ട് ചേരുന്ന സ്ഥലം എവിടെയാ? ദേവപ്രയാഗ് ആണ്. ഓപ്ഷൻ ബി ദേവപ്രയാഗ്. ഭഗീരഥി നദി അളകനന്ദ നദിയുമായിട്ട് ചേരുന്ന സ്ഥലമാണേത്? ദേവപ്രയാഗ്. 80 അളകനന്ദ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? അളകനന്ദ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാ? അളകാപുരി. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്നാണ്. 80 ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? യമുനയാണ്. ഓപ്ഷൻ ഡി യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇത്? യമുന. 82 ഉത്ഭവ സ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്ഭവ സ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാ? ഭാഗീരഥി എന്ന പേരിലാട്ടോ. ഓപ്ഷൻ എ ഭാഗീരഥി എന്ന പേരിലാണ് ഏതറിയപ്പെടുന്നത്? ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്ന പേരാണേത്? ഭാഗീരഥി. 83 ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേരെന്താണ്? ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് എന്ത് പേരില? പത്മ എന്ന പേരില കേട്ടോ. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന ഏത് പേരില? പത്മ എന്ന പേരിലാണ്. 84ാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ഗംഗയും ബ്രഹ്മപുത്രയും ഒത്തുചേർന്നിട്ട് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ബംഗ്ലാദേശിൽ ഗംഗയും ബ്രഹ്മപുത്രയും കൂടിച്ചേർന്ന് ഒഴുകുന്ന സമയത്ത് എന്ത് പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്?
എന്ത് പേരില്ല? മേഘ്ന എന്ന പേരില്ല കേട്ടോ, മേഘ്ന. അപ്പം ബംഗ്ലാദേശിൽ ഗംഗയും ബ്രഹ്മപുത്രയും കൂടിച്ചേർന്ന് ഒഴുകുന്നുണ്ട്. അവിടെ വിളിക്കപ്പെടുന്ന പേര്, ചേർന്ന് ഒഴുകുന്ന സമയത്ത് വിളിക്കപ്പെടുന്ന പേരാണെന്ത്? മേഘ്ന. 85 ബംഗ്ലാദേശിലുള്ള ഏതു പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായിട്ട് ഒത്തുചേരുന്നത്? ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായിട്ട് കൂടിച്ചേരുന്നത്? എവിടെ വെച്ചാ? ചാന്ദ്പൂരാണ്. ഓപ്ഷൻ ഡി, ചാന്ദ്പൂരിൽ വെച്ചാണ്. 86 ഗംഗ ഏത് സ്ഥലത്തിനടുത്താണ് ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് ഏത് സ്ഥലത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് ഗംഗ കടക്കുന്നത്? എവിടെ വെച്ചിട്ടാ? ഫറാക്കയാണ് കേട്ടോ, ഫറാക്ക. ഓപ്ഷൻ ബി, ഫറാക്ക. 87 ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഏതാണ്? ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഏതാ? ഫറാക്ക ബാരേജ്. ഫറാക്ക ബാരേജ് ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഇത്, ഫറാക്ക ബാരേജ്. 88 ക്ലീൻ ഗംഗാ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യം ഏതാണ്? ക്ലീൻ ഗംഗാ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യം ഏതാ? ജർമ്മനിയാണ് കേട്ടോ, ജർമ്മനിയാണ്. ഓപ്ഷൻ ഡി, ജർമ്മനി. ക്ലീൻ ഗംഗാ മിഷന് 120 മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമാണ് ഇത്, ജർമ്മനി. 89ാമത്തെ ചോദ്യം, ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാ? അംബാലയാണ്. ഓപ്ഷൻ എ, അംബാല. 90 ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? എവിടെയാ? ചമ്മയുങ്തുങ് ഹിമാനിയാണ്. ഓപ്ഷൻ ഡി, ചമ്മയുങ്തുങ് ഹിമാനി. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? ചമ്മയുങ്തുങ് ഹിമാനി. 91 ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാണ്? ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാ? ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാ? 2900 ആണല്ലേ. ഓപ്ഷൻ എ, 2900 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര നദിയുടെ നീളം. 92 ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്ര കിലോമീറ്ററാ? 914, 916 ആണ്. ഓപ്ഷൻ ഇ, 916. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണെന്ന് വെച്ചാൽ എത്രയാ? 916 കിലോമീറ്റർ ആണ്. 93 ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്ന പ്രദേശം ഏതാണ്? ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്ന പ്രദേശം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നംച ബർവയാണ് കേട്ടോ. നംച പർവ എന്നും അതുപോലെ ബർവ എന്നൊക്കെ പറയുന്നുണ്ട്. നംച ബർവ. 94 ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ്. ഓപ്ഷൻ സി, ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ്. 95 ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയമുള്ള ഏക നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അതും ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയമുള്ള ഏക നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. 96ാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാ? ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന മാജുലിയാണ്. ഇനി 97 മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി നമ്മൾ പറഞ്ഞു ഏതാ? ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 98 ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാ? ജമുന എന്നിട്ടോ. ഓപ്ഷൻ ഡി, ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി 99 ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? എവിടെയാ? സാധിയാണ്. ഓപ്ഷൻ എ, സാധിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്നത്. ഇനി 100 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാ? ഭൂപൻ ഹസാരിക പാലം. ഓപ്ഷൻ എ, ഭൂപൻ ഹസാരിക പാലം. 101 ദിബ്രുഗഡിനെയും അപ്പർ ആസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്? ദിബ്രുഗഡിനെയും അപ്പർ ആസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏതാ?
ബോഗിബീൽ പാലമാണ്. ഓപ്ഷൻ ബി ബോഗിബീൽ പാലം. 102 ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ബ്രഹ്മപുത്ര അല്ലെ. ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര. 103 ഏറ്റവും വേഗത്തിലൊഴുകുന്ന ഇന്ത്യൻ നദി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാ? ടീസ്റ്റയാണ് അല്ലെ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ടീസ്റ്റയാണ്. 104 ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സുബൻസിരി കേട്ടോ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇത് സുബൻസിരി. 105 നാഷണൽ വാട്ടർ വേ 2 സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? NW2 സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഏതിലാ? ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലാണ് NW2 സ്ഥിതി ചെയ്യുന്നത്. 106 ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദിഹാങ് ആണ്. ഓപ്ഷൻ എ ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്. 107 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാ? ബോഗിബീൽ പാലമാണ്. ഓപ്ഷൻ എ ബോഗിബീൽ പാലം.